ഓഫ് കോഴ്സ് മറ്റേ ലോൺ ആദ്യമൊക്കെ ചോദിച്ചപ്പോൾ തരൂല. കാരണം വസ്തുവില്ല സ്വന്തമായിട്ട്, ഈട് വെച്ചെടുക്കാൻ ലോണില്ല. ഞാൻ 3 വർഷം കാത്തിരുന്നു എൻ്റെ ITR ചെയ്യാൻ വേണ്ടിയിട്ട്. 3 വർഷം ഞാൻ ഏത് ബാങ്കിൽ പോയി നാണം കിട്ടും ആ ബാങ്കിൽ ഞാൻ അപ്പം പറഞ്ഞു ഇല്ല ലോൺ തരാൻ പറ്റൂല. കാരണം അറിയാലോ ചില ബാങ്കിൽ നമ്മൾ പോകുമ്പോൾ അവർക്ക് നമ്മളെ പുച്ഛമാണ്, വെക്കുന്ന ലോണൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റൂല എന്നുള്ള പുച്ഛമാണ് ചില ബാങ്കിൽ. അപ്പം ഞാൻ എന്താ വെച്ചാൽ ITR ഫയൽ ചെയ്തിട്ട് ഞാൻ പോയി ലോൺ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വേണം ലോൺ തരാമെന്ന് പറയുമ്പോൾ നിങ്ങളെ ലോൺ എനിക്ക് വേണ്ട, ഞാൻ വേറെ പോയി ബാങ്കിൽ പോയി എടുത്തു. എനിക്ക് ഈഗോ എനിക്ക് ഭയങ്കര. ഹായ് ഓൾ, നിങ്ങളിപ്പോൾ ഈ കണ്ടത് ഗ്ലാമി ഗംഗി എന്ന ഒരു ഫേമസ് യൂട്യൂബ് ബ്ലോഗറിൻ്റെ റീസെൻ്റ്ലി നടന്ന ഇൻ്റർവ്യൂവിൽ നിന്നുള്ളൊരു ക്ലിപ്പാണ്. ഇതിൽ പറയുന്നത് പോലെ തിരിച്ചടവ് ശേഷി തെളിയിക്കാതെ ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ സാങ്ഷനാക്കി തരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ ഈടായിട്ട് നൽകേണ്ടി വരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ആദായ നികുതി റിട്ടേൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത്. ആദായ നികുതി റിട്ടേൺ അഥവാ ITR എന്ന് പറയുന്നത് കേവലം നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമല്ല, മറിച്ച് അത് നിങ്ങൾക്കൊരു സാമ്പത്തിക കരുതൽ കൂടിയാണ്. ഇത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ തെളിവാണ്. കൃത്യമായി ITR ഫയൽ ചെയ്യുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വവും സുതാര്യതയും വിശ്വസ്തതയും വർദ്ധിപ്പിക്കുന്നു. ബാങ്കുകളിൽ ലോണുകൾക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു രേഖയായി ബാങ്കുകൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഫയൽ ചെയ്തിട്ടുള്ള ITR ആണ്. നിങ്ങളുടെ തിരിച്ചടവ് ശേഷി തെളിയിക്കാനും ഉയർന്ന തുകയുള്ള ലോണുകൾ പാസ്സാക്കുന്നതിനും ITR ഡോക്യുമെന്റ്സ് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ ITR ഫയൽ ചെയ്യുക, നിങ്ങളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കുക.